ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും ഫാമിലി പെൻഷനേഴ്സും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇത് സംബന്ധിച്ച് 2 വീഡിയോകൾ ഓൾറെഡി വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉറപ്പായും കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ 2 വീഡിയോകളിലൂടെ വിമുക്ത ഭടൻ്റെയും സ്പൗസിൻ്റെയും മറ്റു ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഡോക്യുമെൻസിനെ പറ്റി വിശദമാക്കിയിരുന്നു. ഈ വീഡിയോയിലൂടെ നമുക്ക് പെൻഷനറിൻ്റെ പെൻഷൻ വരുന്ന ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കാം. സ്പർശിലേക്ക് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സ്പർശിൽ മൈഗ്രേറ്റ് ആയവരുടെ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അക്കൗണ്ട് സംബന്ധമായ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വിമുക്ത ഭടൻ്റെ മരണശേഷം ഫാമിലി പെൻഷനറിന് ഒരു തടസ്സവും നേരിടാതെ പെൻഷൻ ലഭിക്കുവാനും നമുക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ എത്രയും വേഗം അതേ അക്കൗണ്ടിനെ ജോയിൻ്റ് അക്കൗണ്ട് ആക്കേണ്ടതാണ്. ഇതുമൂലമുള്ള ഗുണങ്ങൾ പലതാണ്. പെൻഷനറിൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉള്ളിടത്തോളം കാലം ഡെത്ത് റിപ്പോർട്ട് ചെയ്തത് അഥവാ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പെൻഷൻ ജോയിൻ്റ് അക്കൗണ്ടിൽ വരികയും അത് ഫാമിലി പെൻഷനറിന് എടുക്കാവുന്നതുമാണ്. ഡെത്ത് റിപ്പോർട്ട് ചെയ്ത് സ്പർശിൽ അക്സെപ്റ്റ് ചെയ്ത് ഫാമിലി പെൻഷൻ ഇനിഷ്യേറ്റ് ആയതിനു ശേഷം കഴിഞ്ഞ മാസങ്ങളിൽ കൂടുതലായി വന്ന പെൻഷൻ എമൗണ്ട് മാത്രം ആദ്യ മാസത്തെ ഫാമിലി പെൻഷനിൽ നിന്നും PCDA ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. പിന്നീട് ഫാമിലി പെൻഷൻ തുടർന്ന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതേ സ്ഥാനത്ത് വിമുക്ത ഭടന് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നത് സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ മരണശേഷം പെൻഷൻ അക്കൗണ്ട് ഫ്രീസ് ആവുകയും തുടർന്ന് വരുന്ന പെൻഷൻ ഫാമിലി പെൻഷനറിന് എടുക്കാനും സാധിക്കില്ല. ആയതിനാൽ പിന്നീടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പെൻഷൻ അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ട് ആക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം പെൻഷൻ അക്കൗണ്ട് DSP അക്കൗണ്ട് ആണെന്നും ഉറപ്പുവരുത്തുക. സ്പർശിൽ മൈഗ്രേറ്റ് ആയ ഫാമിലി പെൻഷനേഴ്സ് തങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിൽ നോമിനിയായി മക്കളിൽ ആരെയെങ്കിലും ആഡ് ചെയ്യേണ്ടതാണ്. അതിനായി നമ്മുടെ ബാങ്കിൻ്റെ ഹോം ബ്രാഞ്ചിൽ പോയാൽ മതിയാകും. വിമുക്ത ഭടന്മാർ തങ്ങളുടെ സ്പർശ് PPO നമ്പർ, യൂസർ ID, പാസ്വേഡ് എന്നിവയും AGIFൻ്റെ ബോണ്ട്, ECHS കാർഡുകൾ, ക്യാൻറ്റീൻ സ്മാർട്ട് കാർഡ്, ATM കാർഡ് തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ സ്പൗസിനെയോ മക്കളെയോ ഉറപ്പായും അറിയിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.